എല്ലാവർക്കും നമസ്കാരം. മനുഷ്യജീവിതം എന്നത് സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ഉയർച്ചയും താഴ്ചയും ഇടകലർന്ന ഒരു യാത്രയാണ്. ചില സമയങ്ങളിൽ എല്ലാം വളരെ ശരിയായി സുഗമമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റു ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള സമയങ്ങളെയാണ് നമ്മൾ ജീവിതത്തിലെ ലോ ഫേസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണെന്നും ഏതൊരാൾക്കും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും ആദ്യമേ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ കടന്നു പോകുന്ന ലോ ഫേസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ലോ ഫേസ്? ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ വരുന്ന അവസ്ഥ, ഒറ്റപ്പെടൽ, മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങി നിരവധി കാരണങ്ങൾ ഒരു വ്യക്തിയെ ലോ ഫേസിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ നിരാശ, സങ്കടം, ദേഷ്യം, ഭയം, കുറ്റബോധം, നിസ്സഹായത തുടങ്ങിയ വികാരങ്ങൾ നമ്മെ കീഴടക്കിയേക്കാം. ഊർജമില്ലായ്മ, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിത വിശപ്പ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയായ്ക തുടങ്ങിയ ലക്ഷണങ്ങളും കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഘട്ടത്തെ എങ്ങനെ ക്രിയാത്മകമായി നേരിടാം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, അതിലൂടെ എങ്ങനെ കൂടുതൽ ശക്തരാകാം എന്നതാണ് പ്രധാനം. തളർന്നു പോകാതെ മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നത് പ്രധാനമാണ്. ലോ ഫേസ് കൈകാര്യം ചെയ്യാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വയം അംഗീകരിക്കുക. നിങ്ങളൊരു പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സ്വയം അംഗീകരിക്കണം. വികാരങ്ങളെ തിരിച്ചറിയുക. അവയെ അടക്കി വയ്ക്കാൻ ശ്രമിക്കരുത്. എനിക്ക് കുഴപ്പമില്ല എന്ന് മറ്റുള്ളവരോട് നടിക്കുമ്പോഴും ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയെ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. സങ്കടം വന്നാൽ കരയുന്നതിലോ ദേഷ്യം വന്നാൽ അത് ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതിലോ തെറ്റില്ല. വികാരങ്ങളെ അംഗീകരിക്കുന്നത് തന്നെ അവയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സ്വയം അനുകമ്പ കാണിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളോട് തന്നെ വളരെ പരുഷമായി മാറാൻ സാധ്യതയുണ്ട്. സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വയം സ്നേഹിക്കാനും അനുകമ്പ കാണിക്കാനും ശ്രമിക്കുക. നിങ്ങളൊരു സുഹൃത്തിനോട് ഈ അവസ്ഥയിൽ എങ്ങനെ പെരുമാറുമോ അതുപോലെ നിങ്ങളോടും പെരുമാറുക. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്നും എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കണം. ലോ ഫേസിലായിരിക്കുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഊർജ്ജമുണ്ടാകില്ല. എന്നാൽ ചെറിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കണം. രാവിലെ എഴുന്നേൽക്കുക, കിടക്ക വൃത്തിയാക്കുക, ഒരു ചെറിയ വ്യായാമം ചെയ്യുക, ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് വായിക്കുക എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓരോ ചെറിയ വിജയവും ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം. മറ്റൊന്ന് ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക എന്നതാണ്. ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക, പതിവായി വ്യായാമം ചെയ്യുക എന്നിവ മാനസികാരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കും. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിൻ പോലുള്ള ഫീൽ ഗുഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുന്നത് പോലും വലിയ ആശ്വാസം നൽകുമെന്നാണ് അധികൃതർ പറയുന്നത്. മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ ഏർപ്പെടുക എന്നതും പ്രധാനമാണ്. ധ്യാനം, യോഗ, ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങൾ എന്നിവ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കാൻ ഇത് പഠിപ്പിക്കും. ഇതുകൂടാതെ പാട്ട് കേൾക്കുക, സിനിമ കാണുക, ചിത്രം വരയ്ക്കുക, എഴുതുക, പൂന്തോട്ടം നിർമ്മിക്കുക, വളർത്തുമൃഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നിങ്ങനെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാകണം. മറ്റൊന്ന് സഹായം തേടുക എന്നതാണ്. നിങ്ങളുടെ വിഷമങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ പങ്കുവയ്ക്കുക. സംസാരിക്കുന്നത് പലപ്പോഴും ഭാരം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെയോ തെറാപ്പിസ്റ്റിൻ്റെയോ സഹായം തേടുന്നത് വളരെ പ്രയോജനകരമാകും. ഇതിൽ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല എന്ന് സ്വയം കരുതണം. നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുകയും അതിനെ മറികടക്കാൻ തയ്യാറാവുകയും വേണം. ലോ ഫേസിലായിരിക്കുമ്പോൾ നെഗറ്റീവ് ചിന്ത നമ്മെ ഭരിക്കുന്നത് സ്വാഭാവികമാണ്. ഞാനൊരു പരാജയമാണ്, ഒന്നും ശരിയാവില്ല, എല്ലാവരും എന്നെ വെറുക്കുന്നു തുടങ്ങിയ ചിന്തകൾ വന്നേക്കാം. ഈ ചിന്തകളെ തിരിച്ചറിയുകയും അവയെ ചോദ്യം ചെയ്യുകയും ചെയ്യുക. ഈ ചിന്തകൾക്ക് എന്തെങ്കിലും വസ്തുതാപരമായ അടിസ്ഥാനമുണ്ടോ, ഇതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് സ്വയം ചോദിക്കുക.
നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചിന്തകൾ കൊണ്ട് പകരം വയ്ക്കാൻ ശ്രമിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. മറ്റൊന്ന് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുന്ന നിരവധി ചെറിയ കാര്യങ്ങളുണ്ടാകും. എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്ന 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് ഒരു ശീലമാക്കുക. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റാനും പോസിറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. അതോടൊപ്പം ചെയ്യേണ്ടത് പരിധികൾ നിശ്ചയിക്കുക എന്നതാണ്. ചില വ്യക്തികളോ സാഹചര്യങ്ങളോ നിങ്ങളുടെ മാനസികാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നുണ്ടെങ്കിൽ അവരുമായി ആരോഗ്യപരമായ അകലം പാലിക്കുക. ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ ഊർജവും സമയവും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെങ്കിലും ഇത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. ഒരു ലോ ഫേസിൽ നിന്ന് പുറത്തു വരാൻ സമയമെടുക്കും. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓരോ ചെറിയ മാറ്റങ്ങളും വിലപ്പെട്ടതാണ്. നിങ്ങളോട് തന്നെ ക്ഷമയും ദയയും കാണിക്കണം. എല്ലാത്തിനെയും അതിജീവിക്കാൻ സമയമെടുക്കുമെന്ന് സ്വയം മനസ്സിലാക്കണം. പഴയകാല വിജയങ്ങളെ ഓർത്തെടുക്കണം. മുൻപ് നിങ്ങൾ പ്രതിസന്ധികളെ വിജയകരമായി തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുക. അന്ന് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്ന വിശ്വാസം അത് നൽകും. അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്താണ് ആ പ്രതിസന്ധിയെ മറികടന്നതെന്ന് മനസ്സിലാക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പുതിയ ഹോബികൾ കണ്ടെത്തുന്നതും ലോ ഫേസിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കും. ഒരു പുതിയ കഴിവ് നേടുന്നതോ ഒരു പുതിയ ഹോബി കണ്ടെത്തുന്നതോ നിങ്ങളുടെ ശ്രദ്ധയെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റാനും പുതിയൊരു ഉന്മേഷം നൽകാനും സഹായിക്കും. അതിപ്പോൾ വരയ്ക്കാൻ പഠിക്കുന്നതോ പുതിയ പുസ്തകം വായിക്കുന്നതോ ഡാൻസ് കളിക്കുന്നതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് മാത്രം. മറ്റുള്ളവരെ സഹായിക്കുന്നതും നല്ലതാണ്. ചെറിയ രീതിയിലാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നത് നമുക്ക് സംതൃപ്തിയും സന്തോഷവും നൽകും. ഇത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസം നൽകാനും നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം നൽകാനും സഹായിക്കും. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുന്നതും ഈ ഒരു അവസരത്തിൽ നല്ലതാണ്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അത് നമ്മെ കൂടുതൽ നിരാശരാക്കിയേക്കാം. സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങൾ ഒഴിവാക്കണം. ആവശ്യമെങ്കിൽ കുറച്ചു നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും നല്ലതാണ്. സ്വയം തിരിച്ചറിവ് നേടിക്കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു കൺട്രോളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രതീക്ഷ കൈവിടാതിരിക്കുക. എത്ര വലിയ ഇരുട്ടിലും ഒരു ചെറിയ വെളിച്ചത്തിന് സ്ഥാനമുണ്ട്. ഈ പ്രയാസകരമായ ഘട്ടവും കടന്നു പോകുമെന്ന് വിശ്വസിക്കുക. ഭാവിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ലോ ഫേസുകളും അതിനെ നേരിടാനുള്ള വഴികളും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗങ്ങൾ കണ്ടെത്തുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സഹായം എപ്പോഴും ലഭ്യമാണ്. ഈ ലോ ഫേസ് നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നവനാക്കി മാറ്റുകയും ചെയ്യും.